മഹാഭാരത യുദ്ധത്തിൻ്റെ 13-ാം ദിവസമാണ് കൗരവർ ചക്രവ്യൂഹം നിർമ്മിക്കുന്നത്. ശ്രീകൃഷ്ണനും അർജുനനും അഭിമന്യുവിനും ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ വെല്ലുവിളിയെ സ്വീകരിക്കുകയാണ്. എന്നാൽ തൻ്റെ യുദ്ധ നൈപുണ്യം കൊണ്ട് ജയദ്രഥൻ പാണ്ഡവരെ അഭിമന്യുവിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടക്കാനുള്ള ദൗത്യം അങ്ങനെ അഭിമന്യുവിന് ഏറ്റെടുക്കേണ്ടി വന്നു. പാണ്ഡവരെ ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ ജയദ്രഥൻ വളരെയധികം പരിശ്രമിച്ചു. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിദ്യ അറിയില്ലായിരുന്നു. അങ്ങനെ ചക്രവ്യൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അഭിമന്യുവിനെ കർണനും മറ്റുള്ളവരും ചേർന്ന് അതിദാരുണമായി വധിക്കുന്നു. വാർത്ത കേട്ട അർജുനൻ ഉടൻ തന്നെ ശപഥം ചെയ്യുകയാണ്, പിറ്റേന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ജയദ്രഥനെ വധിക്കുമെന്ന്. പിറ്റേ ദിവസം ജയദ്രഥൻ മരണഭയത്താൽ യുദ്ധസമയത്ത് ഒളിച്ചിരിക്കുകയാണ്. അർജുനൻ എത്ര ശ്രമിച്ചിട്ടും ജയദ്രഥനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല.